മന്ത്രിസ്ഥാനത്തിന് ഇത്രയും രാശിയുള്ള മണ്ഡലം കേരളത്തിൽ വേറെയുണ്ടോ? തൃപ്പൂണിത്തുറയെക്കുറിച്ചാണ് ഈ ചോദ്യമെങ്കിൽ ഇല്ല എന്ന് തന്നെയാകും ഉത്തരം. കേരളത്തിന് 5 മന്ത്രിമാരെ സമ്മാനിച്ച മണ്ഡലമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ. ഒരു തരത്തിൽ പറഞ്ഞാൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് ജയിച്ചു കയറിയവരിൽ എല്ലാവരും മന്ത്രിമാരായിരുന്നു, ഒറ്റയൊരാളൊഴിച്ച്. ആദ്യ തവണയോ അല്ലെങ്കിൽ അടുത്ത തവണയോ തൃപ്പൂണിത്തുറയിലെ പ്രതിനിധിയെ കാത്ത് മന്ത്രിസ്ഥാനമുണ്ടാകും. വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തതു മുതൽ ഒറ്റ വർഷത്തെ മന്ത്രിസ്ഥാനമെങ്കിലും കരുതിവെച്ച ചരിത്ര കൗതുകം. 1967 മണ്ഡലം രൂപീകരിച്ചതു മുതൽ 1980 വരെ 4 വട്ടം CPIM നേതാവ് TK രാമകൃഷ്ണൻ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി. അക്കാലങ്ങളിൽ ഇടതു ജനാധിപത്യ മുന്നണി സർക്കാരുകളിൽ വിവിധ വകുപ്പുകളുടെ മന്ത്രിയായും 1977-80 കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. TK രാമകൃഷ്ണനെ അദ്ദേഹത്തിന്റെ തട്ടകമായ തൃപ്പൂണിത്തുറയിൽ തോൽപ്പിച്ച് നിയമസഭയിലെത്തിയ കോൺഗ്രസ് നേതാവ് പോൾ പി മാണി അച്യുതമേനോൻ മന്ത്രിസഭയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായി. ആദ്യം കോൺഗ്രസ് നേതാവും പിന്നീട് NDP എന്ന പാർട്ടി നേതാവുമായ KGR കർത്തയ്ക്കായിരുന്നു അടുത്ത ഊഴം. 1982 തൃപ്പൂണിത്തുറയിൽ TK രാമകൃഷ്ണനെ പരാജയപ്പെടുത്തി കർത്ത നിയമസഭയിലെത്തി. അവിടെയും മന്ത്രിസ്ഥാനം തേടിയെത്തി. പക്ഷെ ചുരുങ്ങിയ കാലയളവിലാണെന്ന് മാത്രം. 1982 മുതൽ 83 വരെ K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്നു കർത്ത. 1987 തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച CPIM നേതാവ് V വിശ്വനാഥ മേനോൻ. അദ്ദേഹവും പതിവ് തെറ്റിച്ചില്ല. EK നയനാർ സഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നു വിശ്വനാഥ മേനോൻ. 1991 മുതൽ 2016 വരെ തുടർച്ചയായി 25 വർഷം തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗമായ കോൺഗ്രസ് നേതാവ് K ബാബു. 2011 മുതൽ 2016 വരെ 2ാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി. 2016 K ബാബുവിനെ പരാജയപ്പെടുത്തി CPIM നേതാവ് M സ്വരാജ് തൃപ്പൂണിത്തുറയുടെ MLA ആയി. എന്നാൽ 2021 സ്വരാജിനെ ഭാഗ്യം തുണച്ചില്ല. ബാബു മണ്ഡലം തിരിച്ചുപിടിച്ചു. ഒരുപക്ഷെ വിജയം ആവർത്തിച്ചിരുന്നെങ്കിൽ തൃപ്പൂണിത്തുറ സ്വരാജിനെയും മന്ത്രിക്കസേരയിൽ ഇരുത്തുമായിരുന്നു. ഇത്തവണ ആരാണ് ഇവിടെ വിജയിക്കുക എന്ന് കാത്തിരുന്നു കാണണം. ഏതായാലും ആദ്യ തവണയായതുകൊണ്ട് മണ്ഡലത്തിന്റെ രാശി മാത്രം മതിയാകില്ല മന്ത്രിസ്ഥാനം നേടാൻ. എങ്കിലും ഇനി അപ്രതീക്ഷിതമായൊരു മന്ത്രിസ്ഥാനം തൃപ്പൂണിത്തുറയ്ക്കായി വരുമോ എന്നും കണ്ടറിയാം.